ഈ വർഷം ഏറ്റവും കൂടുതൽ ആളുകൾ കാത്തിരിക്കുന്ന മലയാള സിനിമയാണ് എമ്പുരാൻ. അതിന്റെ കാരണം വേറൊന്നല്ല, ഫസ്റ്റ് പാർട്ടിന്റെ കൂറ്റൻ വിജയം തന്നെയാണ്. പോരാത്തതിന് ഈ പടത്തിന് പാർട്ട് 3 ഉണ്ടെന്ന് ഈ പടത്തിന്റെ ടീം ഓൾറെഡി അനൗൺസും ചെയ്തു. ഇപ്പോ ഇതിന്റെ ടീം ഒരു ചെറിയ ടീസർ ഇറക്കി വിട്ടിട്ടുണ്ട്. അത് കണ്ടപ്പോ ഒരു കാര്യം മനസ്സിലായി, ഫസ്റ്റ് പാർട്ടിന്റെ ഇരട്ടി ബഡ്ജറ്റിലാണ് ഇവർ ഈ പടം ചെയ്തേക്കുന്നത്. പോരാത്തതിന് പല വിദേശ രാജ്യങ്ങളിലും ഈ പടം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എമ്പുരാന്റെ ടീസർ ബ്രേക്ക് ഡൗൺ ആണ്. ടീസറിന്റെ ഓപ്പണിംഗ് സീനിൽ തന്നെ കാണിക്കുന്നത് നോർത്തേൺ ഇറാഖിലെ കരഗോഷ് എന്ന സ്ഥലത്തെ ഗോസ്റ്റ് ടൗൺ ആണ്. അത് കാണുമ്പോൾ തന്നെ അറിയാം ഈ നഗരത്തിൽ ഒരു യുദ്ധം നടന്ന് ബിൽഡിങ്ങുകളൊക്കെ തകർന്ന അവസ്ഥയിലാണ്. കരഗോഷ് എന്നത് നോർത്തേൺ ഇറാഖിലെ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻസ് താമസിച്ചിരുന്ന ഒരു സ്ഥലമാണ്. IS ഒക്യുപ്പേഷന് ശേഷമാണ് ആ സ്ഥലത്തെ ഗോസ്റ്റ് ടൗൺ എന്ന് അറിയപ്പെടാൻ തുടങ്ങിയത്. അവിടുത്തെ ഒരു പള്ളിയുടെ ഉള്ളിൽ ഡെത്ത് ടു ദ ഈവിൾ എന്ന് എഴുതി വെച്ചേക്കുന്നത് കാണാം. ഉറപ്പായും അതൊരു ക്രിസ്ത്യൻ പള്ളിയാണ്. അടുത്ത ഷോട്ടിൽ PKRന്റെ സ്റ്റാച്ചു കാണിക്കുമ്പോൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം പ്രതിമയിൽ കുറെ കാക്കകാഷ്ടവും മദ്യക്കുപ്പികളും ഇരിക്കുന്നത്. ലൂസിഫറിൽ PKRനെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരാളായാണ് കാണിച്ചിരുന്നത്. എന്നാൽ ഇവിടെ PKRനെ ആളുകൾ മറന്നു തുടങ്ങിയിരിക്കുന്നു. ഈ ഒരു സീനിൽ മരം കത്തുന്നത് മഞ്ജു വാര്യറിന്റെ ക്യാരക്ടർ നോക്കി നിൽക്കുന്നതായി കാണിക്കുന്നുണ്ട്. പിന്നീട് കത്തി നിൽക്കുന്ന മരത്തിന്റെ മുൻപിലായി സ്റ്റീഫനും സയ്യിദ് മസൂദിന്റെ ഗ്യാങ്ങും തോക്കും പിടിച്ചു നിൽക്കുന്നതായി കാണാം. മിക്കവാറും അതൊരു ഫൈറ്റിനുള്ള തയ്യാറെടുപ്പായിരിക്കും. പിന്നീട് ഈ ടീസറിൽ കൂടുതലായും കാണിക്കുന്നത് നോർത്തേൺ ഇറാഖാണ്. ഈ ഷോട്ടിൽ ഒരു JCB വലിയൊരു ബിൽഡിംഗ് പൊളിക്കാനായി തയ്യാറായി നിൽക്കുകയാണ്. അതിനു ചുറ്റും കുറെ ജീപ്പുകളുമുണ്ട്. ഇവിടെ കാണിക്കുന്നത് മൂടിയിട്ടിരിക്കുന്ന സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ പഴയ അംബാസിഡർ കാറിൽ നിന്നും അതിനു മുകളിലുള്ള ഷീറ്റ് മാറ്റുന്നതായാണ്. അപ്പോൾ മിക്കവാറും സ്റ്റീഫൻ നെടുമ്പള്ളി മാസങ്ങൾക്ക് ശേഷമായിരിക്കും നാട്ടിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടാവുക. കുറെ പട്ടാളക്കാർ ഖുറൈശി എബ്രഹാമിനെ പിടിക്കാനായി പുള്ളി വരുന്നതും കാത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഖുറൈശി എബ്രഹാം ആ പള്ളിയുടെ ഉള്ളിൽ കയറി നിൽക്കുമ്പോൾ പിന്നാലെ കുറെ പട്ടാളക്കാർ തോക്കുമായി പുള്ളിയെ പിടിക്കാനായി അകത്തേക്ക് വരുന്നുണ്ട്. എന്നാൽ ശരിക്കും ആ പട്ടാളക്കാരല്ല, ഖുറൈശി എബ്രഹാമും ഗ്യാങ്ങുമാണ് ആ പട്ടാളക്കാർക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നിരുന്നത്. കാരണം ആ പള്ളിയിൽ നിൽക്കുമ്പോൾ തന്നെ ഖുറൈശി എബ്രഹാം ഒരു തോക്കും കയ്യിൽ പിടിച്ചാണ് അവിടെ നിന്നിരുന്നത്. പിന്നാലെ പൃഥ്വിരാജിന്റെ ക്യാരക്ടർ മുകളിൽ നിന്നും പള്ളിയുടെ ഉള്ളിലേക്ക് ഇറങ്ങി വരുന്നതായും കാണിക്കുന്നുണ്ട്. സോ അവിടെ ഒരു ഗംഭീര ആക്ഷൻ സീക്വൻസ് തന്നെ നടന്നിട്ടുണ്ടാവണം. ഈ ഷോട്ടിൽ ഒരു വലിയ ക്രൗഡിനിടയിലൂടെ മഞ്ജു വാര്യറിന്റെ ക്യാരക്ടർ നടന്നു വരുന്നതായി കാണിക്കുന്നുണ്ട്. ചുറ്റിനും കുറെ പാർട്ടിക്കാരും മീഡിയക്കാരും. മേ ബി അതൊരു പാർട്ടി സമ്മേളനമോ മറ്റോ ആയിരിക്കും. ഈ സീനിൽ ഒരു ഹെലികോപ്റ്റർ വന്ന് ഒരു കണ്ടെയ്നർ ലോറിയെ വെടിവെച്ച് തകർക്കുന്നതായി കാണാം. മിക്കവാറും അത് സയ്യിദ് മസൂദിന്റെ ഗ്യാങ് ആയിരിക്കും. ആ വണ്ടിയിൽ നിറയെ ഡ്രഗ്സ് ആവാനും സാധ്യതയുണ്ട്. ഈ കുതിര കത്തുപിടിച്ച് ഓടുന്ന സീൻ ഇന്ത്യയിൽ തന്നെ ആവാനാണ് സാധ്യത കൂടുതൽ. കാരണം സൈഡിൽ ട്രാക്ടറും മറ്റും കിടക്കുന്നത് കാണുന്നുണ്ട്. ഈ ഷോട്ടും മരം കത്തുന്നതുമെല്ലാം ഒരേ സീൻ തന്നെ ആവാനാണ് സാധ്യത. ഇതിലെ മറ്റൊരു ഹൈലൈറ്റ് എന്താണെന്നാൽ ലൂസിഫറിന്റെ ക്ലൈമാക്സിൽ ഖുറൈശി എബ്രഹാമിനെ കാണിക്കുമ്പോൾ താടിയൊക്കെ ചെറുതായി നരച്ചിരിക്കുന്നത് കാണാം. എന്നാൽ ഈ ടീസറിൽ നരയൊന്നുമില്ലാത്ത കുറച്ചുകൂടി യങ് ആയ ഖുറൈശി എബ്രഹാമിനെയാണ് കാണാൻ സാധിക്കുന്നത്. ചിലപ്പോ ഇതൊരു ഫ്ലാഷ് ബാക്ക് സീനാവാനും സാധ്യതയുണ്ട്. ഖുറൈശി എബ്രഹാം ആരാണെന്നും എങ്ങനെയാണ് ഇത്രയും വലിയൊരു സാമ്രാജ്യം കെട്ടിപ്പൊക്കിയതെന്നും നമുക്ക് എമ്പുരാനിൽ നിന്നും അറിയാനാവും. എമ്പുരാനിൽ ലൂസിഫറിൽ ഉള്ളതിനേക്കാൾ വയലൻസ് ഉണ്ടാവാനും സാധ്യതയുണ്ട്. കാരണം എമ്പുരാന്റെ ടൈറ്റിലിൽ തന്നെ A എന്ന അക്ഷരത്തിൽ ബ്ലഡ് ഒഴുകി വന്ന് റെഡ് കളറായി മാറുന്നതായി കാണിക്കുന്നുണ്ട്. എന്തായാലും പടമിറങ്ങുന്നതിന് മുമ്പ് എമ്പുരാന്റെ ഒരു വെടിച്ചില ട്രെയിലർ കൂടി നമുക്ക് കാണാൻ പറ്റും. അത് കാണുമ്പോൾ പടത്തിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയി അറിയാനും സാധിക്കും. എന്തായാലും ഈ ടീസറിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ കമന്റ് ചെയ്യുക.